പുരികം ത്രെഡ് ചെയ്യുക, പറിച്ചു മാറ്റിക്കൊണ്ടോ വടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചെറുതായി വെട്ടിക്കൊണ്ടോ ഷെയ്പ്പാക്കുക. ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അനുവദനീയമല്ല എന്നാണ് ഉത്തരം. കാരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ശരീരത്തിൽ പച്ച കുത്തുന്ന, പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ ശരീരത്തിൽ കുത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെയും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സ്ത്രീകളെയും, പിന്നെ പറയുന്നത് വന്നാമിസാതി വൽ മുതനമ്മിസാത്, നംസ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സ്ത്രീകൾ, അത് ചെയ്തു കൊടുക്കുന്ന സ്ത്രീകൾ. നംസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ പുരികം പറിച്ചു കളയുക, ഷെയ്പ്പാക്കുക, അതിനാണ് നംസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുകയും അത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന രണ്ടു കൂട്ടരും അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മുതഫല്ലിജാത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ ചെറുതാക്കുക, വലിയ പല്ലിനെ ചെറുതാക്കുക. എന്തിനാണ്? ചെറിയ പെൺകുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. വൃദ്ധകളായ സ്ത്രീകളായിരിക്കും, പക്ഷേ പല്ല് രാഗി ചെറുതാക്കി പ്രായം കുറച്ച് കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ എന്ന് പ്രത്യേകം പറയാൻ കാരണം, പുരുഷന്മാർ സാധാരണ ഈ നിലക്ക് ചെയ്യാറില്ല. ഇനി ഇത് പുരുഷന്മാർ ചെയ്താലും അവർക്കും എന്താണ്? ബാധകമാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണവും ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? ലിൽ ഹുസ്നി, സൗന്ദര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, സൗന്ദര്യം വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടി. അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നവരാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിനെ, അള്ളാഹു നമുക്ക് നൽകിയ സൃഷ്ടി പ്രകൃതത്തെ അവർ മാറ്റം വരുത്തുന്നു. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെടാനുള്ള കാരണം. അപ്പോൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞൊരു വിഷയമാണ്. ഈ സംഭവം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞു, അതിന് രേഖ എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ച ആളുകളെ എനിക്കെന്തുകൊണ്ട് ശപിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായി ഹദീസിൽ വന്ന പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടൊരു വിഷയമാണ്. മാത്രമല്ല ഇവിടെ പറയുന്നത് അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച സൃഷ്ടി വ്യവസ്ഥയെ മാറ്റം വരുത്തുക എന്നാണ്. യഥാർത്ഥത്തിൽ സൂറത്തുൻ നിസായിലെ 119 ആയത്തിൽ പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് പിശാചിൻ്റെ വാക്കായിട്ട് വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും, ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥക്ക് മാറ്റം വരുത്തുമെന്നാണ്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടൊരു ഭാഗമായിട്ടാണ് ഇവിടെ പുരികം പറിക്കുന്നതിനെ, അതിനെ ഷെയ്പ്പാക്കുന്നതിനെ, ഭംഗിക്ക് വേണ്ടി അതിനെ ഈ രൂപത്തിലൊക്കെ ചെയ്യുന്നതിനെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, താങ്കളുടെ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അവൾ അങ്ങനെ ചെയ്യാറില്ല, നീ പോയി നോക്കൂ. അവർ പോയി നോക്കി, ഇല്ല, അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്താൽ ഞാൻ അവളെ ഉപേക്ഷിക്കും, ഞാൻ അവളെ ത്വലാഖ് ചൊല്ലും. അപ്പോൾ അത്രക്ക് ശക്തമായ ഒരു വിഷയമായിട്ടാണ് സ്വഹാബികൾ ഇതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുരികം ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. പിന്നെ ചില പണ്ഡിത അഭിപ്രായ പ്രകാരം പുരികം പറിക്കലാണ് നംസ്, അതുകൊണ്ട് മുഴുവനായി പറിച്ചെടുത്താലാണ് ഹറാം. എന്നാൽ വെട്ടിയാലോ വടിച്ചാലോ കുഴപ്പമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു വിഭാഗം പണ്ഡിതന്മാർ അവർ പറയുന്നത്, ഇവിടെ ഈ ഹദീസിൽ എന്തുകൊണ്ടാണിത് വിലക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്, ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഭംഗി കൂട്ടുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു പ്രകൃതത്തെ മാറ്റം വരുത്തുന്നു. അത് പറിച്ചാലും വടിച്ചാലും വെട്ടി ചെറുതാക്കിയാലും ഒരേ എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ പറക്കുകയാണോ വടിക്കുകയാണോ എന്ന വ്യത്യാസമല്ല ഇവിടുത്തെ വിഷയം, അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ഇബ്നു സ്വാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഫഇന്ന ബഅദ അഹ്ലിൽ ഇൽമി യറൗന അന്നഹു കന്നത്ഫ്, അഹ്ലുൽ ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാർ അവരിലൊരു വിഭാഗം
വടിക്കലും വെട്ടലും പറിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ലി അന്നഹു തഗ്യീറുൽ ലിഖൽഖില്ല, കാരണം ഇതെല്ലാം തന്നെ അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിനെ മാറ്റം വരുത്തലാണ്. ഫലാ ഫർഖ ബൈന അൻ യകൂന നത്ഫൻ ഔ യകൂന ഖസ്സൻ ഔ ഹൽഖ, അത് പറിച്ചാലും വെട്ടിയാലും വടിച്ചാലും ഒക്കെ ഒരേ രൂപം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹാദ അഹ്വതു ബിലാ റൈബ്, ഒരു സംശയവും വേണ്ട, ഇതാണ് കൂടുതൽ സുരക്ഷിതമായ അഭിപ്രായം. കാരണം അള്ളാഹു ഇത് വിലക്കിയതിൻ്റെ കാര്യം വടിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്, വെട്ടി ഷേപ്പ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഫഅലൽ മർഇ അൻ യതജന്നബ ദാലിക സവാഅൻ കാന റജുലൻ അവ ഇംറഅ, അതുകൊണ്ട് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകുന്ന ഫത്വയിൽ നമുക്ക് കാണാം ലാ യജൂസു ഹൽഖുൽ ഹവാജിബി വലാ തഖ്ഫീഫുഹ ലിഅന്ന ദാലിക ഹുവ അൻ-നംസു അല്ലദീ ലഅന അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരികം അത് വെട്ടുകയോ ചെറുതാക്കുകയോ ചെയ്യലൊന്നും തന്നെ അനുവദനീയമല്ല. കാരണം റസൂല് വിലക്കിയിട്ടുള്ള പുരികം പറക്കുക എന്നതിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് ഇതും വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ തൗബ ചെയ്യട്ടെ, ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ആ രൂപത്തിൽ പുരികം പറിച്ചുകൊണ്ടോ വടിച്ചുകൊണ്ടോ ചെറുതാക്കിക്കൊണ്ടോ ഷേപ്പ് ചെയ്യൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശാപം അത്തരക്കാർക്കുണ്ട് എന്നത് നാം ഗൗരവത്തിൽ കാണണം.